ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തേക്ക് ഉറക്ക പ്രശ്നമായിട്ട് വരാറുണ്ട്. അവർക്ക് രാത്രി ഉറക്കത്തിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരാണ്. രാവിലെ എണീക്കുമ്പോൾ വായ വരണ്ടിട്ടുണ്ടാവും. പകൽ സമയത്ത് ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല, മൂഡ് ഉണ്ടാവില്ല, ഉന്മേഷമില്ല, മേലൊന്നാകെ പലപ്പോഴും ഒരു വേദന അനുഭവപ്പെടുക, വെറുതെ ഒന്ന് ഇരുന്നാൽ ഉറങ്ങിപ്പോവുക, രാത്രി ഉറക്കത്തിലിടക്ക് മൂത്രമൊഴിക്കാൻ നീക്കുക, ഇതിനൊക്കെ പുറമെ കൂർക്കമലി ഉണ്ടാവും. ഇതേ ആളുകൾക്ക് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ BP കൂടുകയാണ്, രക്തത്തിന്റെ അളവ് കൂടുകയാണ്, ഹൃദയമിടിപ്പ് കൂടുകയാണ്, വിശപ്പ് കൂടുകയാണ്. അവരുടെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ ഒരുപാട് കേടുകളും മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. ഇതെല്ലാത്തിൻ്റെയും ഒരു മൂല കാരണം യഥാർത്ഥത്തിൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന അവസ്ഥയാണ്. ലോകത്ത് ഏകദേശം 1 ബില്യൺ ആളുകൾക്ക് സ്ലീപ്പ് അപ്നിയയുടെ പ്രശ്നം ഉണ്ടെന്നാണ് പറയാ. ഇവർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് 3 ഇരട്ടിയാണ്, സ്ട്രോക്കിന്റെ റിസ്ക് 4 ഇരട്ടിയാണ്, ഉറക്കത്തിലുള്ള മരണം 5 ഇരട്ടി സാധ്യതയാണ്, മറവി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഷുഗറിന്റെ സാധ്യത കൂടാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെ നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും അവഗണിക്കുകയാണ്. കൂർക്കം വലിയും OSAയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കൂർക്കം വലിയുടെ സമയത്ത് തൊണ്ട അടഞ്ഞു പോയി ഒരു വൈബ്രേഷൻ ആണ് സംഭവിക്കുന്നത്. എന്നാൽ OSA ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്വാസം പോകുന്ന ആ ഒരു വഴി പൂർണ്ണമായിട്ടും അടയുന്നുണ്ട്, ഓക്സിജന്റെ അളവ് കുത്തനെ കുറയുന്നുണ്ട്, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ഉറക്കത്തുനിന്ന് എണീപ്പിക്കുന്നുണ്ട്. അമിതവണ്ണമുള്ളവർക്കും കഴുത്തിന്റെ വണ്ണം കൂടുതലുള്ളവർക്കും മദ്യപിക്കുന്നവർക്കും മൂക്കിലും നാവിലൊക്കെ ഓരോ പ്രശ്നങ്ങളുള്ളവർക്കും ഇതിന്റെ സാധ്യത കൂടും. ഇനി നമുക്ക് OSA ഉള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ നോക്കാം. പ്രധാനമായിട്ടും ഓക്സിജന്റെ അളവ് അവിടെ കുറയുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രക്തത്തിൽ കൂടുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, ഈ ഓക്സിജന്റെ അളവ് കുറയുന്നത് തലച്ചോറ് ഒരു അപകടമായിട്ട് കാണാണ്. അത് കാരണം അപകടത്തിന്റെ ഹോർമോണുകളായ അഡ്രിനാലിൻ, കോർട്ടിസോൾ ഇതൊക്കെ കുത്തനെ കൂടുകയാണ്. ഇത് കാരണം ഹൃദയമിടിപ്പും BPയും കൂടുന്നുണ്ട്, രക്തധമനികൾ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ചുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്ന പോളിസൈത്തീമിയ സംഭവിക്കാം, രക്തം കട്ടി കൂടുന്നുണ്ട്, CRP എന്ന് പറയുന്ന നീർക്കെട്ടിന്റെ അളവ് കൂടുന്നുണ്ട്, രക്തധമനികളുടെ ഉള്ളിലെ തൊലിക്ക് കേടുവരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാന പ്രശ്നം മെറ്റബോളിക് ഡിസ്റപ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെയും കൊളസ്ട്രോളിന്റെ ഒക്കെ താളം തെറ്റാണ്. അതുപോലെ തന്നെ വിശപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ഈ ഓരോ വ്യക്തികളുടെയും BP കൂടുകയാണ്. നിങ്ങൾക്കറിയോ 70% OSA ഉള്ളവർക്ക് BP ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ വരുന്ന BP റെസിസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ 1-2 ഗുളികയിൽ ഈ BP കൺട്രോൾ കിട്ടൂല. ചില ആളുകളുടെ ഹൃദയം തന്നെ കട്ടിപ്പിടിക്കുന്ന LV ഹൈപ്പർട്രോഫി സംഭവിക്കുന്നുണ്ട്. ഹൃദയത്തിനകത്താണെങ്കിൽ മിടിപ്പ് താളം തെറ്റുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ സംഭവിക്കാം. ഹൃദയത്തിന്റെ പമ്പിങ് കുറയാറുണ്ട് ചിലർക്ക്. മറ്റു ചിലർക്ക് ഹൃദയം റിലാക്സ് ചെയ്യുന്നത് താളം തെറ്റുകയാണ്. മറ്റൊരു പ്രശ്നം തലച്ചോറിലാണ്. തലച്ചോറിന് സ്ഥിരമായിട്ട് ഓക്സിജന്റെ അളവ് കുറയുന്നത് കാരണം കാലക്രമേണ ഓർമ്മശക്തി കുറയാം, ഒന്നിലൊരു ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ വരാം, ഡിപ്രഷനും ടെൻഷനും കൂടി വരികയാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിൽ ആർക്കെങ്കിലും OSAയുടെ സംശയം ഉണ്ടെങ്കിൽ ഉടനെ പോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക, ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുക. അതിൽ കുഴപ്പം കണ്ടെത്തുന്നുണ്ടെങ്കിൽ CPAP എന്ന് പറയുന്ന ഒരു ചികിത്സ വഴി ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനു പുറമെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കണം, ചെരിഞ്ഞു കിടക്കണം. ചില ആളുകൾക്കെങ്കിലും സർജറി വേണ്ടി വന്നേക്കാം. കൂർക്കവലിയെ ഒരിക്കലും നമ്മൾ ആരും അവഗണിക്കരുത്. അത് ചിലർക്കെങ്കിലും ആയുസ് വരെ കുറക്കുന്ന ഒരു പ്രശ്നമായേക്കാം.